കൂണ് ഇടാൻ പോവുകയാണ് ഞങ്ങളിന്ന്. അപ്പോൾ കൂണ് ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പ്രോസസ്സിങ് ആണ് കാണിക്കുന്നത്. ഫസ്റ്റ് ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം അടപ്പത്ത് വെക്കുക. എന്നിട്ട് ഇത് അറക്കപ്പൊടിയാണ്, റബ്ബറിന്റെ അറക്കപ്പൊടി. അത് വാരി അതിലോട്ട് ഇടുക. റബ്ബറിന്റെ അറക്കപ്പൊടി തന്നെ വേണം, നല്ല ഈൽഡ് കിട്ടാൻ വേണ്ടി. റബ്ബറിന്റെ അറക്കപ്പൊടി ഇത് തന്നെ വേണം, വേറെ മരത്തിന്റെ ഒന്നും പറ്റത്തില്ല. റബ്ബർ അറക്കുന്ന അറക്കപ്പൊടി അത് വാരി ഇട്ടിട്ട് നമ്മൾ ഇടുന്നു. ഒരു വലിയ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം റബ്ബറിന്റെ അറക്കപ്പൊടി അതിൻ്റെ അകത്തിട്ട് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതുപോലെ വേസ്റ്റ് ഒക്കെ ഉണ്ടാവും, റബ്ബറിന്റെ അല്ലേ. ഈ വേസ്റ്റ് ഒക്കെ നമ്മൾ എടുത്ത് മാറ്റാം. പ്ലാസ്റ്റിക്കിൻ്റെതായ ഒരു കാര്യങ്ങളും പാടില്ല. ഭയങ്കര ഹൈജീനിക് ആയിട്ട് ചെയ്യാം. നമ്മുടെ കൈയെല്ലാം നല്ലോണം സോപ്പിട്ട് തേച്ച് കഴുകിയതിന് ശേഷം നമ്മൾ എടുക്കുന്നതെല്ലാം പാത്രങ്ങളാണെങ്കിൽ എന്താണെങ്കിലും നല്ലോണം വൃത്തിയായിട്ട് സോപ്പിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. ഇനി ഇത് വെട്ടി തിളയ്ക്കണം. ഇത് വെട്ടി തിളച്ചതിന് ശേഷം ചൂടാറി കഴിയുമ്പോൾ ഡ്രമ്മിലേക്ക് മാറ്റും. ഇങ്ങനെ ഒരു ഡ്രമ്മിലോട്ട് നമ്മൾ മാറ്റും. ഓരോ പ്രോസസ്സും ഞങ്ങൾ കാണിച്ചു തരും. ഇതിൻ്റെ ഓരോ പ്രോസസ്സും കാണിച്ചു തരും. നമുക്ക് കൂണിടാന്ന് പറഞ്ഞാൽ ഇന്ന് എടുത്തുകൊണ്ട് വന്ന് നാളെ ചെയ്യാൻ പറ്റില്ല. അതിന് കുറേ പ്രോസസ്സ് ഉണ്ട്. ഓരോന്ന് കാണിച്ചു തരും. ഞങ്ങൾ കൂണിട്ട് ഞങ്ങൾ കൂണ് വരുന്നതും ഒക്കെ പറിക്കുന്നതും എല്ലാം കാണിച്ചു തരും. ഇപ്പം നമ്മൾ തിളക്കാൻ വെച്ചേക്കുന്നത് വെട്ടി തിളക്കണ വരെ ഗ്യാസിൽ വെച്ചേക്കാം. നമ്മൾ നേരത്തെ അടുപ്പത്ത് കയറ്റി വെച്ചിരുന്ന അറക്കപ്പൊടി ഇതേ തിളച്ചിട്ടുണ്ട്. വെട്ടി തിളയ്ക്കണം. അപ്പോൾ ഒന്നുകൂടി ഒന്ന് തിളച്ചോട്ടെ. അതിന് ശേഷം നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം. നന്നായിട്ട് അടി ചേർത്ത് ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാതെ എന്തെങ്കിലും വേസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലൊരു അതെ, നല്ലൊരു സ്പൂൺ പോലെ അല്ലെങ്കിൽ തവ പോലത്തെ വെച്ചിട്ട് ഇളക്കിയാലും മതി. എല്ലാം ഹൈജീനിക് ആയിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ റബ്ബറിൻ്റെ അറക്കപ്പൊടി ആകുമ്പം പല വേസ്റ്റുകളും ഉണ്ടാവും. ഈ റബ്ബറിൻ്റെ പ്ലാസ്റ്റിക്കും ടാറും, ഈ റബ്ബറിൻ്റെ പ്ലാസ്റ്റിക് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ടാറും, അങ്ങനെ കുറേ വേസ്റ്റുകളുണ്ടാവും അതിൻ്റെ അകത്ത്. അപ്പം അതെല്ലാം ഒഴിവാക്കണം. ഉണ്ടാവും. അപ്പം അതെല്ലാം ഒഴിവാക്കണം. എല്ലാം ഒഴിവാക്കി പൊടി മാത്രം ഇടുക. വേറെ സിസ്റ്റം ഒന്നുമില്ല. അപ്പോൾ നല്ലോണം സ്റ്റീം പോലെ ആയിട്ടുണ്ട്. സ്റ്റീമിംഗ് എന്നാണ് ഈ പ്രോസസ്സിന്റെ പേര്. ആവി കൊടുക്കാം. വലിയ ചെമ്പൊക്കെ ഉണ്ടെങ്കിൽ വെച്ചിട്ട് ആവി കൊടുക്കാം. അപ്പൊ നമ്മളിത് സ്റ്റീമിംഗ് എന്നാണ് ഇതിന്റെ പ്രോസസ്സിന്റെ പേര്. അപ്പൊ ആയിട്ടുണ്ട്. നമ്മള് നല്ലോണം ആവി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓഫ് ആക്കിയേക്കാം. സ്റ്റവ് ഓഫ് ആക്കില്ല. ഇനി ഇതിവിടെ കിടന്ന് തണുക്കട്ടെ. ചൂടാറിയതിന് ശേഷം അടുത്ത പ്രോസസ്സ് കാണിക്കുന്നതായിരിക്കും. നമ്മൾ നേരത്തെ തിളപ്പിച്ചിട്ടിരുന്ന അത് ഇല്ലല്ലോ, ഇതിലിട്ട് മറിക്കണം. അതായത് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മറിക്കണം. എന്താണെന്ന് വെച്ചാല് ആ ചൂട് അറിയിട്ട് ഒഴിക്കാവുള്ളൂ. അല്ലെങ്കിൽ അമ്മ തെന്നി പോയി. കൈയൊക്കെ നല്ല ഹൈജീനിക് ആക്കിയിട്ട് സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമാണ് പുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് പിടിക്കാവുള്ളൂ കേട്ടോ. എന്ന് വെച്ചാല് ഭയങ്കര ശുദ്ധമാണ്. അതിന് ഭയങ്കര വൃത്തിയൊക്കെ വേണം, അല്ലെങ്കിൽ നമുക്കത് പാടുപെട്ടത് വെറുതെയാവും. അതിനുശേഷം നമ്മൾ ഈ കൂണ് വയ്ക്കാന്ന് വിചാരിച്ചിരുന്ന റൂം ഇതുപോലെ അങ്ങനെ പുകച്ചു കൊടുക്കണം. നന്നായിട്ടത് പുകച്ചു കൊടുക്കുക. ആദ്യം ബ്ലീച്ച് ഇട്ടിട്ട് ഈ റൂം നന്നായിട്ട് കഴുകുക. കഴുകി ഉണങ്ങിയ ശേഷം ഞങ്ങൾ ഈ റൂം കഴുകി ഉണങ്ങിയതാണ്. അതിനുശേഷം റൂം ഒന്ന് നന്നായിട്ട് ഇങ്ങനെ പുകച്ചിട്ട് കൊടുക്കുക. മറ്റ് കീടങ്ങളും അണുക്കളും ഒക്കെ അല്ലെങ്കിൽ മറ്റു പ്രാണികളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് പുകച്ചു കൊടുക്കുക കേട്ടോ. അത് നമ്മൾ കഴുകി ഡെറ്റോളാക്കിയിട്ട് ബ്ലീച്ച് റൂം നന്നായിട്ട് കഴുകി അതിന് ശേഷം ഡെറ്റോൾ റൂമൊക്കെ ഒന്ന് തിളച്ച് ചകിരിയിട്ട് പുകച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് എല്ലാ സാധനങ്ങളും നമ്മുടെ എടുക്കുന്ന ബക്കറ്റ് അടക്കം എല്ലാ പാത്രങ്ങളെല്ലാം നമുക്ക് നന്നായിട്ട് സാനിറ്റൈസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഡെറ്റോളൊക്കെ ഇട്ടിട്ടൊന്ന് തുടച്ചെടുക്കാം. നന്നായിട്ട് ഡെറ്റോളൊക്കെ ഇട്ട് എല്ലാ പാത്രങ്ങളും തുടച്ചെടുത്തതിന് ശേഷം അറക്കപ്പൊടി ഇത് ഇവിടെ ഡ്രമ്മിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം ഒരു മുറവെടുത്ത് നന്നായിട്ട് കഴുകി സോപ്പിട്ട് കഴുകിയതിന് ശേഷം ഡെറ്റോൾ എടുത്ത് തുടങ്ങുന്നത്. അതിനുശേഷം നമ്മൾ കൊണ്ടിട്ട് ഇങ്ങനെയാണ് നമുക്ക് കൊണ്ടിട്ട് കിട്ടുക. പൊടിച്ചെടുക്കാം. ചെറുതായിട്ട് ചെറുതായിട്ട്
അങ്ങനെ പല ലിസ്റ്റുകളിലാണ് നമുക്ക് കോൺഫിറ്റ് എടുക്കുക. പല ലിസ്റ്റുകളിൽ അതിന് നമുക്ക് ഒരു 300 ഗ്രാമിൻ്റെ ആണ് കോൺഫിറ്റ് നമ്മൾ എടുത്തിരിക്കുന്നത്. 300 ഗ്രാമിൻ്റെ പാക്കറ്റ്. ഒരു പാക്കറ്റ് 300 ഗ്രാമാണ്. ഒരു പാക്കറ്റ് 300 ഗ്രാമാണ്. എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം. വൃത്തിയായിട്ടിരിക്കണം. കൈ എപ്പോഴും നമ്മൾ എടുക്കുന്ന എല്ലാം നല്ല വൃത്തിയായിട്ട് എടുക്കണം. അല്ലെങ്കിൽ പണികളും ഇത് മുളക്കില്ല. ഇങ്ങനെ നമുക്ക് കോൺഫിറ്റ് മുറത്തിലെടുക്കാം. ഇങ്ങനെ മുറത്തിലെടുത്ത് ഇങ്ങനെ മുറത്തിലെടുത്ത് നന്നായിട്ട് പൊടിച്ചു കൊടുക്കുക. പൊടിച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെ രണ്ടായിട്ട് വരയ്ക്കുക. 150 ഗ്രാം 150 ഗ്രാം രണ്ടായിട്ട് തുല്യമായിട്ട് വായിച്ചെടുക്കുക. അതിനുശേഷം ഒരു കവർ, PP കവർ എന്ന് പറയും, പോളിപ്രൊപ്പലൈൻ കവർ. അങ്ങനത്തെ ഒരു അത് മേടിക്കാൻ കിട്ടും, കടകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. നന്നായിട്ട് തുറന്നിരിക്കണം രണ്ട് സൈഡും. ഈ കവറിന്റെ തുറന്ന ഭാഗമല്ല, അടിഭാഗമില്ലേ, അടിഭാഗം പിടിക്കുക. ഒരു പിടിച്ച് റബ്ബർ ബാൻഡ് ഒക്കെ ഇതിലിട്ട് വെച്ചാണ്, നെറ്റോട് ഇട്ട് വെച്ചാണ്. ഈ റബ്ബർ ബാൻഡ് കൊണ്ട് ഈ ഭാഗം നന്നായിട്ട് ടൈറ്റിൽ കിട്ടുക. ടൈറ്റ് ഇതുപോലെ റബ്ബർ ബാൻഡ് കൊണ്ട് കിട്ടുക. ഇത് അകമ്പുറം തിരിക്കുക. ഈ കവർ അകമ്പുറം തിരിച്ചെടുക്കുക. അതിനുശേഷം ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇതിൽ നിന്ന് കുറച്ച് വിത്തെടുക്കുക. കുറച്ച് വിത്തെടുത്തിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പൊടിയാത്തതായി പൊടിച്ച് കൊടുക്കുക. ശേഷം നമ്മൾ ഇന്നലെ റെഡിയാക്കി വെച്ചിരുന്ന അറക്കപ്പൊടി ഇങ്ങനെ ഒരു പിടുത്തം കൊടുക്കാം. വീണ്ടും ഒരു പിടുത്തം കൂടെ കൊടുക്കുക. ഈ അറക്കപ്പൊടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് റബ്ബറിന്റെ അറക്കപ്പൊടിക്കാണ് നല്ല കൂന്ന് ഈൽഡ് കിട്ടുക. നല്ല വിളവ് കിട്ടണമെങ്കിൽ റബ്ബറിന്റെ അറക്കപ്പൊടി ആയിരിക്കണം. ശേഷം എന്തെങ്കിലും പൊട്ടി സെറ്റാക്കി കൊടുക്കാം. എന്തെങ്കിലും കാരണവശാൽ ഈ അറക്കപ്പൊടി നിലത്ത് വീഴുകയോ അല്ലെങ്കിൽ ഈ പാത്രത്തിന്റെ സൈഡിൽ കൂടി ഇരിക്കുന്നത് അതൊന്നും എടുക്കരുത്. കാരണം നല്ല ഹൈജീനിക് ആയിരിക്കണം. തിളപ്പിച്ച് നമ്മൾ വെള്ളം ഊറ്റിക്കഴിഞ്ഞാൽ അറക്കപ്പൊടി ആയിരിക്കണം. പിന്നെ ഈ അറക്കപ്പൊടിയുടെ അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ഇട്ടതിന് ശേഷം നമ്മൾ വെള്ളം ഊറ്റിക്കളഞ്ഞായിരുന്നു. ആ അറക്കപ്പൊടിയാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ അറക്കപ്പൊടിയുടെ ഒരു എന്തോരം വെള്ളം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ അറക്കപ്പൊടി എടുത്ത് ഇങ്ങനെ പിഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം വീഴരുത്. ഇങ്ങനെ കാണുന്നുണ്ടോ? ഇങ്ങനെ പിഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം താഴോട്ട് പോരുത്. പക്ഷെ കയ്യിൽ നിറമുണ്ടായിരിക്കണം. പുട്ടുപൊടിയുടെ പാകം, ഒരു തരത്തിൽ പറഞ്ഞ പുട്ടുപൊടിയുടെ പാകം. അതിനുശേഷം വീണ്ടും ഈ കൂണിന്റെ വിത്ത് ഇതിന്റെ സൈഡിൽ കൂടെ ഇട്ട് കൊടുക്കുക. ഈ അറക്കപ്പൊടി ചെയ്യുന്നതിന്റെ സൈഡിൽ കൂടെ നടുക്കോട്ട് ഇടരുത്, സൈഡിൽ മാത്രം എടുക്കുക. എല്ലായിടത്തും ആവുന്ന രീതിയിൽ സൈഡിൽ കൂടെ നടുക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും അറക്കപ്പൊടി ഇടുക. അറക്കപ്പൊടി നടുക്കിട്ടിട്ട് പ്രസ് ചെയ്യാൻ ശ്രമിക്കുക. മനസ്സിലായാലും ഏകദേശം 1, 1.5 ഏകദേശം 2 കൈപ്പിടി വരെ അറക്കപ്പൊടി ഇങ്ങനെ ഇടുക. ഇതെല്ലാവർക്കും ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അതെന്താ ഇങ്ങനെ വരും.
കൊണ്ടിട്ട് ശേഷം വീണ്ടും ചുറ്റുപാടും കൊണ്ടിട്ട് കൊടുക്കുക. നമ്മൾ ഇന്നലെ അറക്കപ്പൊടി സ്റ്റീം ചെയ്യുന്നത് കാണിച്ചു തന്നല്ലോ. അപ്പോൾ സ്റ്റീം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ എന്താ പറയുക വളക്കട പോലെയുള്ള അല്ലെങ്കിൽ കെമിക്കലൊക്കെ വിൽക്കുന്ന കടകളിൽ ഫോർമാലിൻ എന്ന് പറയുന്ന ഒരു സാധനം മേടിക്കാൻ കിട്ടും. ഫോർമാലിനും ബോവാസ്റ്റിനും ഇത് രണ്ടും മേടിക്കുക. രണ്ടും വേണം. ഫോർമാലിനും മേടിക്കുക, ബോവാസ്റ്റും മേടിക്കുക. അതിൽ ബ്ലീച്ച് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവും ചിലർ പറയുന്നത്. പക്ഷെ ബ്ലീച്ചിനേക്കാളും കുറച്ചും കൂടെ നല്ലത്, ബ്ലീച്ചിനേക്കാളും അണുക്കളൊക്കെ പോകുന്നത് ഫോർമാലിനും ബോവാസ്റ്റിനുമാണ്. 100 ലിറ്റർ വെള്ളത്തിൽ 10 ഗ്രാം ഫോർമാലിനും 8 ഗ്രാം ബോവാസ്റ്റും ഇടുക. പ്രത്യേകം ശ്രദ്ധിക്കണം, 100 ലിറ്റർ വെള്ളത്തിൽ 10 ഗ്രാം ഫോർമാലിനും 8 ഗ്രാം ബോവാസ്റ്റും ഇടുക. എന്നിട്ട് അതിൻ്റെ തണക്കപ്പൊടി ഇട്ട് ഒരു ദിവസം വയ്ക്കുക. 8 മണിക്കൂറോളം വെച്ചാൽ മതി. ഒരു ദിവസം ഞങ്ങളൊക്കെ ഒരു ദിവസം വെക്കാറുണ്ട്. 8 മണിക്കൂർ 9 മണിക്കൂർ എന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും ഒരു ദിവസം വരെ വെക്കാറ്. അതിന് ശേഷം വെള്ളം ഊറ്റി കളഞ്ഞാലും മതി. ഇതിനകത്ത് അണുവിമുക്തമായി കിട്ടും കേട്ടോ. പക്ഷെ ഏറ്റവും നല്ല പരിപാടി, അതായത് ഇതിൽ ചെയ്യുന്നതിന് ഏറ്റവും നല്ലത് കെമിക്കലിനേക്കാളും നമ്മളുടെ നാച്ചുറൽ പ്രോസസ്സ്, അതായത് നമ്മൾ ഈ ഇത് ചെയ്ത് സ്റ്റീമിങ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. ഏറ്റവും നല്ലത് സ്റ്റീമിങ് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ എളുപ്പത്തിലൊക്കെ വേണ്ടിയിട്ട് ആൾക്കാർ ഒന്നും ഈ വ്യവസായ അടിസ്ഥാനത്തിലൊക്കെ ചെയ്യുന്നവർ കൂടുതൽ പെട്ടെന്നൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഈ ഡ്രമ്മിലിട്ട് വെച്ചിരിക്കുന്ന അറക്കപ്പൊടി കുറച്ച് നേരം കഴിയുമ്പോൾ, അതായത് എടുത്തെടുത്ത് താഴെ ഒരു പകുതി ഇത്രയും അറക്കപ്പൊടി ഉണ്ടാവും, അത് എടുത്തെടുത്ത് പകുതിയൊക്കെ ആയി കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ നനവ് കൂടുതലുണ്ടാവും. ആ നനവ് കൂടുതലുണ്ടാകുമ്പോൾ ഒന്നെങ്കിൽ ആ വെള്ളം ഊറ്റി കളഞ്ഞ് വീണ്ടും വയ്ക്കുക, അല്ലെങ്കിൽ ആ ഭാഗം ഒരു ചാക്കിൽ കെട്ടി വയ്ക്കുക. ഒരു എന്ത് പറയുക, ഈ അങ്ങനത്തെ പ്ലാസ്റ്റിക്കൊക്കെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ മതി. അപ്പോൾ നാളെ ആകുമ്പോഴത്തേന് ഇതിന് വെള്ളം പോയിട്ടുണ്ടാവും. അല്ലാതെ കൂടുതൽ നനവിൽ ചെയ്യരുത്. അത് കൂടുതൽ നനവിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് എന്താ പറയുക പെട്ടെന്ന് കഴുകിപ്പോകും. അതുപോലെ തന്നെ കീടങ്ങളൊക്കെ വന്ന് ഇരിക്കാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനുശേഷം ഏറ്റവും ലാസ്റ്റത്തെ ലെയർ ചെയ്യുമ്പോൾ സൈഡിൽ കൂടെ മാത്രമല്ല മുകളിലൂടെ എല്ലാം ആ വ്യക്തികളെ ലെയർ കൊടുക്കുക. നമ്മൾ വകഞ്ഞു വച്ചിരിക്കുന്ന ആ ഒരു ഭാഗം മൊത്തം ഒരു ബെഡാക്കിയിട്ടെടുത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ചെയ്യുമ്പോൾ നന്നായിട്ട് സാനിറ്റൈസ് ചെയ്ത് നല്ല ക്ലിയർ ആക്കി നല്ല ഹൈജീനിക് ആക്കി മാത്രം ചെയ്യുക. എങ്കിൽ മാത്രമേ നല്ല എന്താ പറയുക നന്നായിട്ട് ഉണ്ടാവുള്ളൂ. നല്ല ഈട് കിട്ടുള്ളൂ. ഇത് കെട്ടുമ്പോൾ നല്ല ടൈറ്റിൽ കെട്ടാൻ ശ്രമിക്കാം. നല്ല ടൈറ്റിൽ കെട്ടണം. എന്നാലാണ് നല്ല ഇത് വായു കയറാതെ നല്ല ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നല്ല വെള്ളം ഉണ്ടാവുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ കവറ് നന്നായിട്ട് തുടച്ചെടുക്കുകയാണ്. ഡെറ്റോളിലിട്ട് വെച്ച റബ്ബർ ബാൻഡാണ്. റബ്ബർ ബാൻഡൊക്കെ എവിടെ കിടന്ന് വരുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ശുദ്ധമായിട്ട് സാനിറ്റൈസ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. നമുക്ക് ആ കവറിന്ന് അകം പുറത്തിരിക്കാം.
ചകിരിയുടെ ചോറിൽ, അതായത് ചകിരിച്ചോറിൽ ചെയ്യാറുണ്ട്. ഇത് എന്തായാലും ചകിരിച്ചോറിനേക്കാളും കുറച്ചുകൂടെ നല്ലത് കച്ചിയിൽ ചെയ്യുന്നത്, അതായത് വൈക്കോലിൽ ചെയ്യുന്നതാണ്. വൈക്കോലിൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ഏറ്റവും നല്ലോണം വീൽഡ് കിട്ടാൻ നല്ലത് റബ്ബറിൻ്റെ അറക്കപ്പൊടി തന്നെയാണ്. ഇപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും നല്ലത് റബ്ബറിൻ്റെ അറക്കപ്പൊടിയാണ്. ഇതിൽ ഏത് ചെയ്ത് കഴിഞ്ഞാലും നന്നായിട്ട് സ്റ്റീം ചെയ്യുകയോ അല്ലെങ്കിൽ കെമിക്കൽ ആയിട്ട് അത് അതിൻ്റെ അണുവിമുക്തമാക്കിയതിന് ശേഷം മാത്രം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് ആ നടുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നടുക്ക് വീണിരിക്കുന്ന വിത്തുകൾ ഇങ്ങനെ സൈഡിലോട്ട് മാറ്റി സൈഡിലേക്ക് ആക്കാൻ ശ്രമിക്കുക. പരമാവധി സൈഡിലോട്ട് ആക്കാൻ ശ്രമിക്കുക. കാരണം സൈഡ് വഴിയാണ് ഇത് മുളച്ചു വരുള്ളൂ. ഈ ഇവിടെയൊക്കെ 2 പിടി കൈപ്പിടി അറക്കപ്പൊടി ഇടുക. ഏറ്റവും നല്ലത് നമുക്ക് ചെയ്യാൻ കൂണിന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റബ്ബറിൻ്റെ അറക്കപ്പൊടിയാണ്. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക, എയർ കളയാൻ വേണ്ടി നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ അതിനുശേഷം വീണ്ടും വിത്തിടുക. സൈഡ് വഴി മാത്രം വിത്തിടാൻ ശ്രമിക്കുക, നടുക്കോട്ട് വിത്തിടണ്ട. ഇവിടെയൊക്കെ നമുക്ക് കൂൺ മുളയ്ക്കുന്നത് സൈഡ് വഴിയായിരിക്കും. വിത്തെല്ലാം അങ്ങനെ സൈഡിലോട്ട് നീക്കി വെച്ച് കൊടുക്കുക. അതുപോലെ ഈ അറക്കപ്പൊടി ഇടുമ്പോഴും വിത്തിടുമ്പോഴും ഒക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് എയർ കളയാൻ ശ്രമിക്കുക. നന്നായിട്ട് എയർ പുറത്തോട്ട് കളയുക. അത് എയർ ഫുള്ളായിട്ട് പുറത്തോട്ട് പോകുന്ന രീതിയിൽ നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ റബ്ബറിൻ്റെ അറക്കപ്പൊടിയിലും മറ്റെന്തെങ്കിലും വേസ്റ്റോ അല്ലെങ്കിൽ റബ്ബറിൻ്റെ കഷ്ണങ്ങളോ, അപ്പോൾ റബ്ബറിൻ്റെ അറക്കപ്പൊടി കുറേ പ്ലാസ്റ്റിക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ഒഴിവാക്കണം. ആദ്യമേ തന്നെ നമ്മൾ ഒഴിവാക്കുക. അല്ലാണ്ട് വേറെ എന്തെങ്കിലും തരത്തിലുള്ള വേസ്റ്റ് എങ്ങാനും കിടപ്പുണ്ടെങ്കിൽ ഒക്കെ ഒഴിവാക്കി വിടുക കേട്ടോ. ഒരു ബെഡ് ശരിയാക്കിയിട്ടുണ്ട്. ഒരു ബെഡ് ഇനി അത് നല്ല ടൈറ്റിൽ ചെയ്ത് ആ ബെഡിൽ നിന്ന് കെട്ടിയാൽ മതി. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പിഞ്ഞ് വെച്ചിട്ട് കുട്ടണം. അത് ഞങ്ങളിത് ഡെറ്റോൾ ഇട്ട് വെച്ചേക്കായിരുന്നു. ഹൈജീനിക് ആക്കണം. അതിനുശേഷം വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്താലും മതിയെ. അണുക്കളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇത് വെച്ചിട്ട് ഹോളിട്ട് കൊടുക്കും. ഇതിന് ചെറിയ ചെറിയ ഹോളുകൾ. അതിനുശേഷം ഈ ബെഡുകൾ ഏകദേശം ഒരു 15 ദിവസത്തോളം ഒരു ഇരുട്ട് റൂമിൽ അടച്ചു വയ്ക്കുക.
കാരണം അവിടെ കൂടുതലും കാർബൺ ഡൈ ഓക്സൈഡാണ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ഒരു ഇരുട്ട് റൂമിൽ അടച്ചു വെക്കുക. ഞങ്ങൾക്കിവിടെ ഒരു അലമാരയുണ്ട്, ഞങ്ങൾ ഈ അലമാരിക്കുള്ളിൽ അടച്ചാണ് വയ്ക്കുന്നത്. ആ അലമാരിയൊക്കെ നന്നായിട്ട് പുകച്ച് സാനിറ്റൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിനുള്ളിൽ ആ ഇരുട്ട് റൂമിൽ അടച്ചു വയ്ക്കുക. 15 ദിവസം കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അടുത്ത വീഡിയോയിൽ 15 ദിവസം കഴിയുമ്പോൾ നമുക്ക് കാണാം.